എല്ലാവർക്കും സ്വാഗതം. ഗോവർദ്ധനാണെങ്കിൽ ആ വീടെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ പുറത്തൂടെ. അത് കഴിഞ്ഞ് സിറ്റ് ഔട്ടിലേക്ക് കയറിയിട്ട് അവിടെ ചെയറിൽ ഇരിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ നിന്ന് എവിടുന്നോ ഒരു ഡോഗ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഗോവർദ്ധൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗോവർദ്ധന് പേടിയായിട്ട് അവിടെ നിന്ന് അങ്ങ് എണീക്കുക. പിന്നെ നല്ല പേടിയോടുകൂടിയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോഴേക്കും ആൻ്റപ്പൻ അകത്തുനിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗോവർദ്ധനോട് പറയുന്നുണ്ട് ഓടരുത് ഇട്ടോന്ന്. അപ്പോൾ ഓടിയിട്ടുണ്ടെങ്കിൽ ആ ഡോഗ് കടിക്കും, അതാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. ഗോവർദ്ധനാണെങ്കിൽ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവറ്റകളെ ഒന്നും കൂട്ടിലിടാറില്ലേ, ഇങ്ങനെ കുറേ ഉണ്ടല്ലോ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ആൻ്റപ്പൻ പറയുന്നുണ്ടായിരുന്നു, ഇതെല്ലാം നല്ല ട്രെയിനഡ് ആയിട്ടുള്ള ഡോഗാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഓടിയിട്ടുണ്ടെങ്കിൽ ഇവറ്റകൾ കടിക്കും, അതുപോലെ തന്നെ ഞാനോ അങ്ങനെ കേണൽ സാറോ കമാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും കടിക്കും, അത്രയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഓടരുത് എന്ന് പറയുന്നത് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഗോവർദ്ധനോട് പറയുന്നുണ്ട്, ഇങ്ങനെ ഓടി കളയരുത് കേട്ടോ, ഓടിയിട്ടുണ്ടെങ്കിൽ കടിച്ച് കീറുമെന്ന് പറയുമ്പോൾ ഞാനങ്ങനെ ഓടത്തൊന്നുമില്ല, ഇനി ഇവിടെ നിന്ന് അനങ്ങില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഗോവർദ്ധൻ. അത് കഴിഞ്ഞ് പിന്നീട് സ്റ്റാൻലിനെയും ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത്. ബാലചന്ദ്രൻ അങ്ങനെ ഗംഗാധര മേനോനെ അറിയാവോ, അതുപോലെ തന്നെ വൈജയന്തിനെ അറിയാവോ എന്നൊക്കെ ചോദിച്ചല്ലോ. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നിങ്ങനെ സ്റ്റാൻലി പറയുകയാണ്. സ്റ്റാൻലിയുടെ മേലുദ്യോഗസ്ഥനായിരുന്നു ഗംഗാധര മേനോൻ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ക്വാർട്ടേഴ്സിൽ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു എന്നൊക്കെ പറയുകയാണ്. വൈജയുമായിട്ട് പ്രണയത്തിലായിരുന്ന കാര്യമൊക്കെ ബാലേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വൈജയനെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ കാരണം ഉണ്ടാക്കിയിട്ട് ഗംഗാധര മേനോൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് പോകുമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കാര്യങ്ങളെല്ലാം സ്റ്റാൻലി സമ്മതിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിങ്ങനെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് അമ്മ നാട്ടിൽ നിന്ന് കൊടുത്തയക്കുന്ന അച്ചാറായാലും എന്തായാലും അതൊക്കെ കൊടുക്കാൻ മേലുദ്യോഗസ്ഥന് കൊടുക്കാനാണെന്നുള്ള മട്ടിൽ നിങ്ങൾ വൈജയനെ കാണാനല്ലേ അങ്ങോട്ട് പോയിരുന്നത്, അല്ലാതെ മേലുദ്യോഗസ്ഥനോടുള്ള സ്നേഹം കൊണ്ടൊന്നും ആയിരുന്നില്ലല്ലോ, അത് വൈജയ്ക്ക് അറിയാവുന്ന കാര്യമായിരുന്നു, നിങ്ങൾ വൈജയനെ കാണാനാണ് ചെല്ലുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എല്ലാം സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അത് ശരിയാണ്, അന്ന് ആഗ്രയിൽ ഞങ്ങൾ മാത്രമേ പ്രേമിക്കുന്നവരായിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതുപോലെ തന്നെ വൈജയന്തി മാത്രമായിട്ടായിരുന്നു ഒരു പെണ്ണുണ്ടായിരുന്നതെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരുടെ പ്രണയത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ അങ്ങ് ബാലചന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഗംഗാധര മേനോന് ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ആയത്. അപ്പോൾ വൈജയ് നാട്ടിലേക്ക് തിരിച്ചു പോരും എന്ന് വിചാരിച്ചതുകൊണ്ട് തന്നെ പിന്നീട് ബാലേന്ദ്രനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നിങ്ങളല്ലേ അങ്ങനെ ആഗ്രയിൽ തന്നെ വൈജയന്തിക്ക് സ്കൂളിൽ ജോലി ശരിയാക്കി കൊടുത്തത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗംഗാധര മേനോനും ഭാര്യയും ഡൽഹിയിലേക്ക് പോകുന്ന സമയത്ത് വൈജയനെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റാൻലിയുടെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് അവിടെ ഒരു സ്കൂളിൽ ജോലി ശരിയാക്കി കൊടുത്തത് എന്നൊക്കെ അതുപോലെ തന്നെ സ്റ്റാൻലി ബാലചന്ദ്രനോട് സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം ശരിയാണ് എന്ന് സമ്മതിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഗംഗാധര മേനോനും ഭാര്യയും ഡൽഹിയിലേക്ക് പോയ സമയത്ത് പിന്നീട് ആഗ്രയിൽ ഇവർ രണ്ടുപേരും മാത്രമായല്ലോ. അപ്പോൾ അവർ വേറെ വാടക വീട് എടുത്ത് താമസിച്ചു. അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിനെ പോലെയൊക്കെ ജീവിച്ചില്ലേ എന്നൊക്കെ ബാലേന്ദ്രൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാവുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നേ. നിങ്ങൾ ഗംഗാധര മേനോൻ്റെ ബ്രദറാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ സ്റ്റാൻലി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വൈജയന്തിയുടെ ഫാമിലിയിലെ ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ ബാലേന്ദ്രനും പറയുന്നുണ്ട്, അതെ ഞാൻ ആ ഫാമിലിയിലെ ഒരാൾ തന്നെയാണെന്ന് പറയും. അപ്പോൾ ഗംഗാധര മേനോൻ്റെ ബ്രദറാണോ എന്ന് ചോദിക്കും കേട്ടോ സ്റ്റാൻലി അതുപോലെ തന്നെ ബാലേന്ദ്രനോട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ഗംഗാധര മേനോന് 2 ബ്രദേഴ്സേ ഉള്ളൂ, ഒന്ന് രാജീവ് മേനോനും ഒന്ന് ശിവശങ്കര മേനോനും എന്ന് പറയും. ഓ ശരിയാണല്ലോ, നിങ്ങൾ ബാലചന്ദ്ര മേനോനാണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ സ്റ്റാൻലി ആണെങ്കിലും. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഈ കാര്യങ്ങളെല്ലാം 24 വർഷം ആയല്ലോ ഈ കാര്യങ്ങളെല്ലാം നടന്നിട്ട്, ഇതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് അറിയാവുന്നതെന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ഇത് എല്ലാം എന്നോട് ഗംഗാധര മേനോൻ തന്നെ പറഞ്ഞതാണെന്ന് പറയൂ കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ വൈജയന്തി ഗർഭിണിയായ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഗർഭിണിയായി നിങ്ങൾ ഇങ്ങനെ വാടക വീടെടുത്ത് താമസിക്കുന്ന സമയത്താണല്ലോ വൈജയന്തി ഗർഭിണിയായപ്പോൾ അതുപോലെ തന്നെ ഗംഗാധര മേനോനും പിന്നീട് 4 പേരും കൂടെയാണ് വൈജയന്തിനെ അവിടുന്ന് ഇങ്ങനെ ബലമായിട്ട് ഇങ്ങനെ കാറിൽ പിടിച്ചിട്ട് നാട്ടിലേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ സ്റ്റാൻലി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രനാണെങ്കിലും. അപ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. വൈജയനെ ഇങ്ങനെ ബലമായിട്ട് പിടിച്ച് കൊണ്ടുവന്ന സമയത്ത് നിങ്ങളും ഉണ്ടായിരുന്നോ എന്ന് സ്റ്റാൻലി ആണെങ്കിലും ബാലചന്ദ്രനോട് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ അതിലൊന്നും കക്ഷിയല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് സ്റ്റാൻലിയോട് ചോദിക്കുന്ന സമയത്ത് സ്റ്റാൻലി പറയുന്നുണ്ടായിരുന്നു, ആ സമയത്ത് ഞാൻ നാട്ടിലേക്ക് വന്നതായിരുന്നു, എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതിരുന്ന ഇതായിരുന്നു, അപ്പോൾ ഞാൻ അങ്ങനെ നാട്ടിലേക്ക് വന്നതായിരുന്നു എന്ന് പറയും. പിന്നീട് നിങ്ങൾ വൈജയന്തിനെ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
കാണാൻ ശ്രമിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കഥയൊക്കെ എന്തിനാണ് ഞാനിപ്പോൾ പറയുന്നത്, ഞാനിങ്ങനെ അന്നാണ് വൈജയന്തിനെ അവസാനമായിട്ട് കണ്ടത്, അപ്പോൾ ഞാൻ അവിടെ കഥ തീർന്നു എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു എന്നിങ്ങനെ സ്റ്റാൻലി പറയുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ആ കഥ അവിടെ തീർന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സ്റ്റാൻലി പറയുന്നുണ്ടായിരുന്നു ഞാൻ വൈജയന്തിക്ക് കൂട്ടിന് വേണ്ടിയിട്ട് ഒരു ആയേനെ നിർത്തിയിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നീട് അമ്മയ്ക്ക് ഇങ്ങനെ സുഖമില്ലാതായിട്ടാണല്ലോ നാട്ടിലേക്ക് വന്നത്. അപ്പോൾ അമ്മയുടെ മരണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ചടങ്ങുകളായിട്ട് പിന്നീട് എനിക്ക് അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്നൊക്കെയാണ് കേട്ടോ സ്റ്റാൻലി പറയുന്നത്. പിന്നീട് കണ്ടിട്ടില്ല വൈജയന്തിനെ എന്നാണ് പറയുന്നത്. എനിക്കറിയാം അവൾ ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരാളെ ഏതെങ്കിലും ഒരു വീട്ടീനെ കല്യാണം കഴിച്ച് ഇങ്ങനെ ജീവിക്കുന്നുണ്ടാവും എന്നുള്ളത്. ഞാനും കല്യാണം കഴിച്ചില്ലേ, എനിക്കും മക്കളുണ്ടായി, അതുപോലെ തന്നെ വൈജയന്തിക്കും മക്കളുണ്ടായിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ട് അതെല്ലാം ശരിയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നിങ്ങളെന്താ അങ്ങനെ വിഡ്ഢിയായിട്ടുള്ള ഒരാളെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും എന്ന് പറയാൻ കാരണം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ. അപ്പോൾ സ്റ്റാൻലി പറയും അവൾ ഇങ്ങനെ എന്നെ സ്നേഹിച്ച അത്രയും അവൾക്ക് ഇങ്ങനെ വേറൊരാളെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് പറയും. സ്നേഹം അഭിനയിക്കാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും എന്ന് പറയുമ്പോൾ അത് ശരിയാണ് എന്ന് ബാലേന്ദ്രൻ അങ്ങ് പറയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെ എല്ലാം എത്ര കൃത്യമായിട്ട് അറിയാവുന്നതെന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രനാണെങ്കിലും സങ്കടവും ദേഷ്യവും എല്ലാം ഇങ്ങനെ ഒരുമിച്ച് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ നേരത്തെ പറഞ്ഞ വിഡ്ഢി ഞാനാണ്, പമ്പര വിഡ്ഢിയാണ് എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ അതിങ്ങനെ കേൾക്കുന്ന സമയത്ത് സ്റ്റാൻലിയുടെ മുഖമൊക്കെ അങ്ങ് മാറുന്നുണ്ട് കേട്ടോ. കയ്യിലുണ്ടായിരുന്ന ആ പെഗ് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്ലാസ്സൊക്കെ അങ്ങ് കിടന്ന് വരയ്ക്കുകയാണ്. അത് മുഖമൊക്കെ അങ്ങ് വല്ലാതെ വലിഞ്ഞു മുറുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ഇങ്ങനെ സ്റ്റാൻലിയും ബാലേന്ദ്രനെ നോക്കിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് യു എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അതെ ഞാൻ തന്നെയാണ് ഹിസ് ഹൈനസ് നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്ര മേനോൻ എന്നിങ്ങനെ പറയൂ കേട്ടോ. ബാലേന്ദ്രനാണെങ്കിലും സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ നന്നായിട്ട് ആ മുഖത്ത് കാണായിരുന്നു, കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് പറയുന്ന സമയത്ത്. പിന്നീട് കാണിക്കുന്നത് ഗോവർദ്ധനെയാണ്. ഗോവർദ്ധനാണെങ്കിലും അവിടെ ഇങ്ങനെ മുറ്റത്ത് കൂടെ നടക്കുകയാണ്, ഫോണിലൂടെ സംസാരിക്കുന്നുണ്ട്. എന്തോ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത്. എന്തോ ഡിസ്കൗണ്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ബാലേട്ടന് ഇഷ്ടമില്ല എന്നറിയാലോ, അത് വേണ്ട എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോഴേക്കും അവിടെ ആൻ്റപ്പനാണെങ്കിലും ചായയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാ ആ സാറ് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് അതെന്തിനാന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡ്രൈവറാണെന്നാണ് വിചാരിച്ചത് എന്ന് പറയുമ്പോൾ പേരെന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആൻ്റപ്പൻ. അപ്പോൾ ഗോവർദ്ധൻ എന്നാണെന്ന് പറയും. അതുപോലെ തന്നെ ബാലേട്ടൻ്റെ അളിയനാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അളിയൻ എന്തിനാ വന്നതെന്ന് താങ്കൾക്ക് അറിയില്ല എന്ന് ചോദിക്കുമ്പോൾ അതറിയില്ല, ഇത്രയും ദൂരം ബാലേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും തക്കതായിട്ടുള്ള കാരണം കാണും, ഞാനതൊന്നും ചോദിക്കാറില്ല എന്ന് പറയൂ കേട്ടോ. എന്നിട്ട് പിന്നീട് ആൻ്റപ്പനെ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ ചായയൊക്കെ കൊടുത്തിട്ട്. അത് കഴിഞ്ഞ് വീണ്ടും കാണിക്കുന്നത് ബാലചന്ദ്രനെ സ്റ്റാൻലിനെയാണ് കേട്ടോ. രണ്ടുപേർക്കും പരസ്പരം ഒന്നും പറയാനൊന്നും പറ്റുന്നില്ല കേട്ടോ. ഒരാളവിടെ സോഫയിൽ ഇരിക്കുകയാണ്, ബാലേന്ദ്രനാണെങ്കിലും സ്റ്റാൻലിനോട് ഒന്നും ഇങ്ങനെ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല, അവിടെ ഇരിക്കുകയായിരുന്നു. പിന്നീട് എണീറ്റ് അങ്ങ് തിരിഞ്ഞു നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നീട് സ്റ്റാൻലി അവിടുന്ന് സോഫയിൽ നിന്ന് എണീക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്തോ സംസാരിക്കാനുള്ള ഇതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അടുത്ത് വന്ന് നിൽക്കുന്നത് അടുത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്.